തിരഞ്ഞെടുപ്പ് ദിവസത്തിന് 2 നാൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരുകൾ പരിധിയുടെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ ഏറ്റവും വലിയ തീപാറുന്ന മത്സരങ്ങൾ നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലം. ബിജെപിയുടെ സ്റ്റാർ കാൻഡിഡേറ്റായ ശോഭ സുരേന്ദ്രനും മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ പിഷാരടിയും തമ്മിൽ മത്സരിക്കുന്നത് കൊണ്ടുതന്നെ ചാനലുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ഒരു സിനിമാ താരമായ പിഷാരടിക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരുപാട് താരങ്ങളുടെ പിന്തുണ കിട്ടിയിരുന്നു. എന്നാൽ നടി മഞ്ജു വാര്യരും പിഷാരടിയെ പിന്തുണച്ചുകൊണ്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രനെന്നും ഒരു ബിജെപിക്കാരിയാണെന്ന കാര്യം പോലും വകവയ്ക്കാതെ തനിക്ക് വളരെ ബഹുമാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവരെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ശക്തിയായ വനിതാ നേതാവാണ് ശോഭ സുരേന്ദ്രൻ. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വനിതാ നേതാക്കളുണ്ടെങ്കിലും അവർ പുരുഷന്മാരുടെ ബിനാമിമാർ മാത്രമാണ്. എന്നാൽ ആരുടെയും ബിനാമിയല്ലാതെ തന്റേതായ സ്ഥാനം ബിജെപിയിൽ വെട്ടിപ്പിടിച്ചെടുത്ത വനിതയാണ് ശോഭ സുരേന്ദ്രൻ. അതുകൊണ്ടുതന്നെ ശോഭയെ മലയാളികൾ സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ സ്നേഹം ഇപ്പോൾ ശോഭ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. പിഷാരടിയോട് മത്സരിക്കാൻ മാത്രമുള്ള കരുത്തൊന്നും ശോഭയ്ക്കില്ല. എന്റെ സുഹൃത്ത് ആയതുകൊണ്ട് മാത്രം പറയുകയല്ല, പിഷാരടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കുറച്ചു ബുദ്ധിമുട്ടാണ്. പാലക്കാട് മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ വരുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ളവർ വളരെയധികം ആകുലതയിലായിരുന്നു. ബിജെപിക്ക് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഒരു MLA കിട്ടാൻ പോകുന്നു എന്ന പേടി. എന്നാൽ ആ പേടി കോൺഗ്രസ് ഇവിടെ പിഷാരടിയെ നിർത്തുന്നതുവരെ ഉണ്ടായുള്ളൂ. കാരണം പിഷാരടിയിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അയാൾക്ക് ക്യാലിബർ ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനറിയാം. കോമാളി എന്ന് പിഷാരടിയെ വിളിച്ചതിന്റെ പേരിൽ തോമസ് ഐസക് മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെപ്പോലൊരു വലിയ നേതാവ് മാപ്പ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞത് പിഷാരടിയുടെ പക്വതയുടെ തെളിവാണെന്നും മഞ്ജു പറഞ്ഞു. പിഷാരടി തന്റെ വാർഡിൽ കയറുന്നത് ബിജെപിയുടെ വനിതാ വാർഡ് മെമ്പർ തടഞ്ഞപ്പോൾ അതിനോട് ഏറ്റവും മാന്യമായ രീതിയിൽ പ്രതികരിച്ചതും പിഷാരടിയുടെ ഒരു മികവ് തന്നെയാണ്. പിഷാരടിയുടെ സ്ഥാനത്ത് ഒരു പരമ്പരാഗത കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ രൂക്ഷമായി പ്രതികരിക്കുമായിരുന്നു. എന്നാൽ പിഷാരടി ഒരു ബുദ്ധിമാനായതുകൊണ്ട് ഏറ്റവും തഞ്ചത്തിൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത് പാലക്കാടിലെ ജനങ്ങളുടെ മനസ്സിൽ അയാൾക്ക് വളരെ വേഗത്തിൽ തന്നെ വേരുറപ്പിക്കാൻ കഴിഞ്ഞു. സത്യത്തിൽ ശോഭയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. മത്സരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് കൂട്ടുന്ന വ്യക്തിയായിരുന്നു അവർ. ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചിരുന്ന വ്യക്തി. അതുപോലൊരു വ്യക്തി ഇപ്പോൾ ബിജെപിക്ക് വളരെ സാധ്യതയുള്ള പാലക്കാട് മണ്ഡലത്തിൽ വന്ന് ഒരു സിനിമാ നടൻ മാത്രമായ പിഷാരടിക്ക് മുമ്പിൽ പരാജയപ്പെടുന്നത് ശോഭയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ടെൻഷൻ കൂടുമ്പോൾ അയാൾ പറയുന്നത് മൊത്തം മണ്ടത്തരമായിരിക്കും. തന്റെ മകന് 1 വർഷം കിട്ടുന്ന പൈസയുടെ പകുതി പോലും തനിക്ക് ആസ്തിയായി ഇല്ല എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഈ ടെൻഷന്റെ പുറത്താണ്. ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയ മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. സാധാരണയായി നേമവും മഞ്ചേശ്വരവും വട്ടിയൂർക്കാവും ധർമ്മടവും ഒക്കെയാണ് മാധ്യമങ്ങളുടെ പ്രയോറിറ്റികളിൽ ഉണ്ടാകാറുണ്ടായിരുന്നത്. എന്നാൽ പിഷാരടിയുടെ വരവോടുകൂടിയാണ് പാലക്കാട് മണ്ഡലം മാധ്യമങ്ങളുടെ ഹെഡ്ലൈനുകൾ കീഴടക്കിയത്. അത് പിഷാരടിയുടെ ഒരു വോൾട്ടേജ് ആണ് സൂചിപ്പിക്കുന്നത്. എല്ലാവിധ ആശംസകളും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു.